കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം തിരുവനന്തപുരം മേയർ തിരുവനന്തപുരത്ത് എത്തുന്ന മുഖ്യാതിഥികളെയൊക്കെ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ഒരാളാണ്. ഒരുപക്ഷെ ഒരു മന്ത്രിക്ക് തുല്യമായ പദവിയാണ് ഒരു മേയർക്കുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മേയർ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രമെടുത്താൽ ഇതുവരെ വളരെ അടുത്ത കാലത്ത് കുറെ വർഷങ്ങളായി, 30-40 വർഷങ്ങളായി അവിടെ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്, LDF ആണ്. പക്ഷെ തിരുവനന്തപുരത്തിന്റെ മൊത്തം ചിത്രമെടുത്താൽ, തിരുവനന്തപുരത്തെ മൊത്തം വോട്ടർമാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, തിരുവനന്തപുരം നഗരസഭയിലെ അവസാനം ചേർത്ത ഭാഗങ്ങളെല്ലാം ചേർത്തെടുത്താൽ വോട്ടിന്റെ കാര്യത്തിൽ UDF എണ്ണത്തിൽ LDFനേക്കാൾ മുമ്പിലായിരിക്കും. അതിപ്പോ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷ തെരഞ്ഞെടുപ്പുകളായി BJP തിരുവനന്തപുരത്ത് സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ചില പ്രത്യേക മേഖലകളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ അത് തുടങ്ങി. ഇപ്പൊ തിരുവനന്തപുരം വ്യാപകമായി, പ്രത്യേകിച്ച് മോഡിയുടെ ഭരണം വരിക, അതുപോലെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളെക്കാൾ മുൻപിലേക്ക് BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ വരിക. ഒരു മണ്ഡലത്തിൽ നമുക്കറിയാം, 10 വർഷം മുമ്പാണ് ഒരു മണ്ഡലത്തിൽ അവിടെ BJPയുടെ ഒരു MLA പോലും നമുക്കുണ്ടായി. അതുകൊണ്ട് അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായി വരുന്ന 3 അസംബ്ലി മണ്ഡലങ്ങൾ, വട്ടിയൂർക്കാവ്, നേമം, അതുപോലെ തിരുവനന്തപുരം, പിന്നെ കോവളം മണ്ഡലത്തിന്റെ ചെറിയൊരു ഭാഗവും ചേർന്നാൽ അതാണ് നഗരം. അങ്ങനെയുള്ള ഒരു നഗരത്തിന്റെ തെരഞ്ഞെടുപ്പ് അത് വരും കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുന്ന ഒന്നാവാം എന്ന് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ UDF 3-ാം സ്ഥാനത്താണ്, LDF 1-ാം സ്ഥാനത്തും BJP 2-ാം സ്ഥാനത്തുമാണ്. BJPക്ക് നല്ല മേൽക്കൈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവിടെ വളർന്നു വരുന്നുണ്ട്, പല കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു നഗരസഭയാണ് തിരുവനന്തപുരം എന്നെല്ലാവരും സമ്മതിക്കും. പൊതുവെ 3-ാം സ്ഥാനത്താണ് UDF എങ്കിലും അവർക്ക് വോട്ടില്ലായകയല്ല. പലപ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ നിരവധി മറ്റ് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ മികവ്, സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുമായുള്ള ബന്ധം, ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് അവിടെ വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കാറുണ്ട്. സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു നിർണായകമായ ഘടകമാണ്. അതുപോലെ തന്നെ പലപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിന്റെ കേവലമായ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് പോകാറുണ്ട്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കിട്ടില്ല. അങ്ങനെയല്ല അത് കിട്ടുക. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, വലിയ തോതിൽ അവർക്ക് ഒരു സംഘടനാ ശേഷിയൊക്കെ വളരെ കുറവുള്ള ആളുകളാണ്. മിക്കപ്പോഴും അവരുടെ സ്ഥാനാർത്ഥി റബലാവും. ചിലപ്പോൾ ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി എതിർപക്ഷം LDFോ BJPയോ സ്ഥാനാർത്ഥിയാക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാവും. റബൽ വോട്ടുകൾ വരുമ്പോൾ അത് വിള്ളലുണ്ടാവും. അങ്ങനെ പിന്നെ സംഘടനാ ശേഷി ഇല്ലാത്തത് കൊണ്ട് ജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന നേതാക്കളുടെ താഴെത്തട്ടിലുള്ള കുറവും കാരണം എപ്പോഴും UDFും കോൺഗ്രസും പിന്നോട്ട് പോവുകയാണ് പതിവ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത്. കഴിഞ്ഞ നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ആര്യ രാജേന്ദ്രൻ മേയറായി LDFോടെ ഭരിച്ചത്. ആ ഭരണം മാത്രമല്ല, തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരിന്റെ തലസ്ഥാനം കൂടി ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭരണവും ഇതിൽ ഒരു ഘടകമാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭരണവും വരും BJP ഉള്ളതുകൊണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളോ കോട്ടങ്ങളോ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. നേരത്തെ പറഞ്ഞ വ്യക്തിപരവും പ്രാദേശികവുമായ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭയുടെ ഭരണം എന്ന് പറയുന്നത് അത്ര ഗംഭീരമായ ഒരു ഭരണമാണെന്നൊക്കെ നമുക്ക് എഴുതി വെക്കാന്നല്ലാതെ, ആമയറഞ്ചാൻ തോട്ടിലെ അല്ലെങ്കിൽ ഒരു മരണമടക്കം നിരവധി കാര്യങ്ങൾ, തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട്, ഇപ്പോ പ്രശാന്ത് മേയറായിരുന്ന കാലത്ത് അവിടെ നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്ത പദ്ധതി പോലും ഇപ്പൊ പൊളിഞ്ഞു പാളീസായി ഇരിക്കുക. വെള്ളം കയറ്റം, അങ്ങനെ നിരവധി കാര്യങ്ങൾ, കുടിവെള്ളത്തിന്റെ പ്രശ്നം, മാലിന്യത്തിന്റെ പ്രശ്നം. ഇപ്പോ വിളപ്പിൽശാലയിൽ മാലിന്യങ്ങളില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ, വിളപ്പിൽശാലയിൽ ഇപ്പൊ കൊണ്ടിടാൻ പറ്റുന്നില്ല ജനങ്ങളുടെ എതിർപ്പ് മൂലം. പക്ഷെ വിളപ്പിൽശാല ഇപ്പോഴും വൃത്തിയായ ഒരു സ്ഥലമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ മാലിന്യം എവിടെ കൊണ്ടുപോകണേ എന്നൊക്കെ ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. തിരുവനന്തപുരത്തെ മാലിന്യ പ്രതിസന്ധി വളരെ രൂക്ഷവുമാണ്. അത് പുറത്തു വരുന്നില്ല, അത് വേറൊരു ഘട്ടത്തിൽ പുറത്തു വന്നേക്കാം. അപ്പൊ അതാണ് തോട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് നമുക്കറിയാം. അപ്പൊ ചുരുക്കത്തിൽ ഭരണ നേട്ടങ്ങൾ കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വരാൻ എത്രത്തോളം LDFന് കഴിയുമെന്ന ചോദ്യമുണ്ട്. രണ്ടാമത്,
ആര്യ രാജേന്ദ്രൻ എന്ന മേയർ സംഗതി കുട്ടി മേയറാണ്, നല്ല മേയറാണ്, യൂത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അവരുടെ പെർഫോമൻസ് നന്നായിരുന്നില്ല എന്ന് നമ്മൾ പറയേണ്ട, അത് LDF തന്നെ അംഗീകരിച്ചു. അതുകൊണ്ട് അവർക്ക് ഇനി സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ മേയർ എന്നുള്ള നിലയ്ക്ക് അവര് ആനാവൂർ നാഗപ്പൻ എന്ന ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതുന്നതും ജോലിക്കാരെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്തെഴുതുന്നതും, അതുപോലെ ഒരു പാവം യദു എന്ന് പറയുന്ന ഒരു ഡ്രൈവർക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളും. ഇപ്പൊ ആ കേസ് എന്തായെന്നറിയില്ല. അന്ന് എന്തൊരു വാർത്തയായിരുന്നു. ആ ഡ്രൈവറുടെ പണി പോയി എന്നല്ലാതെ വേറൊന്നുമില്ല. ഒരു ഡ്രൈവറെ വളരെ അപഹസിച്ച് ഒരു MLA-യും അദ്ദേഹത്തിന്റെ ഭർത്താവ് MLA-യും മേയറും കൂടി അപഹസിച്ചിട്ട് പോലും ഇപ്പൊ അതിൽ കേസൊന്നുമില്ല, എവിടെയെന്ന് കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ചുരുക്കത്തിൽ മേയറെ അവർക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പ്രശാന്ത് അങ്ങനെയായിരുന്നില്ല. പ്രശാന്ത് മേയറായിരുന്ന കാലത്ത് പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തത് മേയറായിരുന്ന പ്രശാന്ത് ബ്രോ എന്ന അർത്ഥത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി. അത് LDF-ന് ദുർബലമാണ്. രണ്ടാമത്തെ കാര്യം, BJP എത്രത്തോളം മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ BJP അതിനകത്ത് തന്നെയുള്ള ആഭ്യന്തര സംഘർഷം കൊണ്ട് ഇന്ന് കോൺഗ്രസിനേക്കാൾ അപകടത്തിലാണ് തിരുവനന്തപുരത്തെ BJP എന്ന് പറയേണ്ടി വരും. അവിടെ ആത്മഹത്യ വരെ നടന്നു, ഒരു ആത്മഹത്യാ ശ്രമം, അങ്ങനെ പലതും. മാത്രമല്ല അവിടെ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിരവധി കാര്യങ്ങളിൽ BJP വല്ലാതെ ഡിഫെൻസീവിലാണ്. സംഗതി വലിയ പുതിയ നേതാവ് രാജീവ് ചന്ദ്രശേഖർ വന്നെങ്കിലും BJP ഡിഫെൻസീവിലാണ്. ഈ ഘട്ടത്തിൽ താരതമ്യേന ദുർബലം എന്ന് പറയാവുന്ന കോൺഗ്രസ് നേരെ മറിച്ച് ഇത്തവണ ഒരു നമ്പർ വന്നു എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ആദ്യം അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ശബരിനാഥൻ എന്ന് പറയുന്ന പൊതുവെ സ്വീകാര്യനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ, പഴയ MLA, മുൻ മന്ത്രി കാർത്തികേയൻ സാറിന്റെ, സ്പീക്കർ കാർത്തികേയൻ സാറിന്റെ മകൻ ഒക്കെ എന്നുള്ള നിലയ്ക്ക് ഒരു സ്വീകാര്യതയുള്ള ആളാണ്. ചാനൽ ചർച്ചയിലൊക്കെ വന്നാൽ വളരെ മിതമായി നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥി പട്ടികകൾ വരുന്നു. അതിനുശേഷമാണ് LDF ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. BJPക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മഹത്യ വരെ ഉള്ള പ്രശ്നങ്ങളുണ്ടായി, മറ്റു വിവാദങ്ങളൊക്കെ ഉണ്ട്. LDF സ്ഥാനാർത്ഥി നിശ്ചയിച്ചപ്പോൾ സാധാരണ ഒരിക്കലും LDF-ൽ അങ്ങനെ ഒരു വലിയ വിമത ശല്യം വരാറില്ല. ഇത്തവണ വിചിത്രമായ കാര്യമാണ്. ഒരു മണ്ഡലത്തിൽ LDF-ന്റെ പഴയ കൗൺസിലറും ലോക്കൽ കമ്മിറ്റി മെമ്പറും അവർ റബലായി നിൽക്കുകയാണ്. അവർ ഉന്നയിച്ച ആരോപണം വളരെ ഗൗരവമുള്ള കാര്യം. അവർ പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രൻ BJPക്ക് വേണ്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. BJPയും കോൺഗ്രസും തമ്മിൽ ഡീലാണ്, അല്ല BJPയും CPM തമ്മിൽ ഡീലാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. അതാണ് അവർ പറഞ്ഞൊരു കാര്യം. അവർ റബൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, വേറെയും ചില റബലുകളുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും ലീഡിംഗ് ആയ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ K. ശ്രീകണ്ഠൻ, അദ്ദേഹം പേട്ട ആണെന്ന് എനിക്ക് തോന്നുന്നു, ഡിവിഷനിൽ മത്സരിക്കുകയാണ്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരടിയാണ്. മാത്രമല്ല ഈ സ്വർണ്ണ മോഷണവും സ്വർണ്ണ കൊള്ളയും ഒക്കെ വേറെ വിഷയം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ വിരുദ്ധ വോട്ട് BJP എത്ര പിടിക്കും, UDF എത്ര പിടിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഒരു നിർണായകമായ ചോദ്യം. അത് കൃത്യമായി 50-50 ഡിവൈഡ് ചെയ്ത് പോയാൽ LDF-ന് നേട്ടമാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരാളിലേക്ക് അത് കൂടുതൽ കേന്ദ്രീകരിച്ചാൽ LDF-ന് ഭരണം നഷ്ടപ്പെടാനാണ് സാധ്യതയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റേ ഉണ്ടായിരുന്നു. അത് 11 പോലും അവർക്ക് നേട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. K. മുരളീധരനെ പോലെ ഒരാൾ അവിടെ മുൻകൈ എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ആസൂത്രണങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരം പിടിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ നമുക്ക് വോട്ട് കഴിഞ്ഞിട്ട് എണ്ണി കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ കോൺഗ്രസിന്റെ പെർഫോമൻസ് കഴിഞ്ഞവണത്തേക്കാൾ മെച്ചമായിരിക്കും. മാത്രമല്ല BJP CPM ഡീലിന്റെ മറ്റൊരു പുതിയ ഉദാഹരണം ഈ അടുത്ത കാലത്ത് വന്നു. മുട്ടട എന്ന് പറയുന്ന BJP ജയിക്കുന്ന ഒരു ഡിവിഷൻ, BJP ജയിച്ചിരുന്ന ഒരു ഡിവിഷൻ. ആ ഡിവിഷനിൽ കോൺഗ്രസ് വളരെ കമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി, വൈഷ്ണവ. ആ സ്ഥാനാർത്ഥിയെ അവരുടെ പേര് ഇലക്ഷൻ വോട്ടർ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കാൻ മുൻകൈ എടുത്ത് CPM-കാരനാണ്. ഒരു CPM-കാരൻ പോയി പരാതി കൊടുത്തു, വോട്ട് വെട്ടി. പിന്നലെ ഹൈക്കോടതി അതിനെതിരെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അവരെ വീട്ടിൽ സാങ്കേതികത്വം പറഞ്ഞ് ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. SIR ഒക്കെ വരുമ്പോൾ ഒരുപാട് സാങ്കേതികത്വത്തിൽ വോട്ട് പോകും, അത് വേറെ കാര്യം. അപ്പോ അവരുടെ വോട്ട് ഇന്ന് മിക്കവാറും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ അവർ സ്ഥാനാർത്ഥിയാവും. ഇത് അവർക്ക് ഗുണകരമാണ്, LDF-ന് ദോഷമാണ്. കാരണം എന്തിനാണ് BJP ജയിക്കുന്ന ഒരു സീറ്റിൽ പോയി CPM-കാരൻ ഈ കളി കളിച്ചത്? CPM ജയിക്കുന്ന സീറ്റിലാണ് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്നാൽ പോലും എന്നിട്ടും ആ പരാതി കൊടുത്ത ആളുടെ വീട്ടിൽ 22 വോട്ടുണ്ട്. അത് സാങ്കേതിക പ്രശ്നമാണ് എന്നാണ് മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരുക്കങ്ങളോടെ UDF വരുന്നു. BJPക്കും CPM-നും ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്.
സർക്കാർ വിരുദ്ധ വികാരം CPM-നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി വന്നാൽ ഒരു തൂക്ക് നഗരസഭ വരാൻ ഉള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഏർക്കും വ്യക്തമായൊരു ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല.